കളവ് പറഞ്ഞ് കുടുംബം തെറ്റിക്കുന്ന ഭാര്യ. പക്ഷെ ഭാര്യയുടെ സ്നേഹം കണ്ടിട്ട് ഭാര്യയെ ഒഴിവാക്കാനും വയ്യ. ഭാര്യയ്ക്ക് മാനസിക രോഗമുണ്ടോ? ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളതായിരുന്നു. പല സ്ത്രീകളും കടന്നു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇന്ത്യയിൽ തന്നെ 1000 ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 7 ആളുകൾ ഇത്തരം ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ. ഇവർ അമിതമായിട്ട് പൊട്ടിത്തെറിക്കും, വാശി കാണിക്കും, പക കാണിക്കും, വൈരാഗ്യം കാണിക്കും, സ്വയം ദേഹോപദ്രവം ഏൽപ്പിക്കും, അതുപോലെ പങ്കാളിയെ മർദ്ദിക്കും. പൊട്ടിത്തെറി എപ്പോഴാണ് നടക്കുക എന്നൊന്നും അറിയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇവർ മറ്റൊരാളായിട്ട് മാറും, സ്നേഹത്തോടെ പ്രകടനം നടത്തും. ഈ ആൾ തന്നെ ആയിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത് എന്ന് നമ്മൾ അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും കാണാൻ കഴിയുക. ഇവരുടെ കുട്ടിക്കാലവും പാരമ്പര്യവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവരനുഭവിച്ച ഏതെങ്കിലും ട്രോമ ഇതൊക്കെ കാരണമായിട്ട് കണക്കാക്കാറുണ്ട്. 18 വയസ്സ് വരെ ഇവരുടെ ഈ പ്രശ്നങ്ങളൊന്നും അത്ര പ്രകടമായിട്ട് കാണൂല. 18 വയസ്സ് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ പ്രകടമായി കാണുക. അതുകൊണ്ട് തന്നെ വിവാഹശേഷമാണ് ഇത് കാണാൻ സാധിക്കുക. അങ്ങനെ വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകാനൊക്കെ കാരണമാകും. പിന്നെ ഭാര്യ വീട്ടുകാർ പറയും, എൻ്റെ കുട്ടിക്ക് കല്യാണം കഴിക്കുന്നത് വരെ ഒരു പ്രശ്നമില്ല, അതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്തു നിന്നാണ് എന്തോ സംഭവിച്ചത്. ഇങ്ങനെ വഴക്കുകൾക്കൊക്കെ കാരണമാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ കണ്ടെത്തുക. പലരും ഇവരെ അകറ്റി നിർത്തുകയും ഇവരെ കാട്ടിക്കൂട്ടലാണെന്നൊക്കെ പറയാറുള്ളതാണ്. ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവരുടെ കയ്യിലല്ല ഇതൊന്നും. ഇതൊരു മാനസിക രോഗമാണെന്നും ഒരിക്കലും പറയരുത്. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇതും കൂടെ ചേർന്നതാണ് ഇവർ നല്ല മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയും ഇവരുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്താൽ ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.